എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ നിർത്തിയതാണ്. കുറച്ചുകൂടി അതിലേക്ക് കാണിക്കുന്നതിനായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് വേദിയിലേക്ക് വിശിഷ്ടാതിഥികളെ വിളിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആവേശമായ നമ്മുടെ മഴമായ നമ്മുടെ കാലിയായ ഓണത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആഘോഷിക്കുന്ന സ്ഥലമുള്ള പ്രൊഫഷണൽ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവരെ തീർച്ചയായിട്ടും സ്വാഗതം. സന്തോഷമുണ്ട് ഇവിടെ വെച്ച് സുവർണ ജൂബിലി ഓരോരുത്തർ ആഘോഷിക്കാനായിട്ട് സാധിച്ചത് വലിയ നിയമാനുഗതമാണ് കാണുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിലും സ്കൂളിൽ കേട്ടപ്പോൾ ഈ ഇവിടെ തന്നെയാണ് ഇത് ആഘോഷിക്കുന്നത് തോന്നിപ്പോയി. കാരണം ഇത് ഫ്രാൻസിസ് സേവകരുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയം. അത്രമാത്രം ആത്മാക്കളെ കുറിച്ചുള്ള വിശ്വത്തോടുകൂടി പ്രവർത്തിച്ച അച്ഛനാണ് നമ്മുടെ പൊളച്ചൻ. അതിനാൽ ജൂബിലി മകങ്ങൾ നേരുകയാണ് കാരണം ഇപ്പോൾ തന്നെ അധികാരികൾ ഈ വലിയൊരു സ്വാഗതം ഇവിടെ എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് ഒറ്റ വാക്കിന് ഏറെ സ്നേഹത്തോടെ ഈ പട്ടിക്കാട് പുറത്തുകളിലേക്ക് ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് സമ്മേളനങ്ങളിലേക്ക് ശ്രദ്ധയിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം നൽകുന്നു. വളരെ മനോഹരമായി വളരെ സ്വീറ്റായി സമയം ഒട്ടും എടുക്കാതെ അച്ഛൻ സ്വാഗതം പറഞ്ഞിരിക്കുന്നു. നമ്മളോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് അച്ഛൻ സമയം കുറച്ചത്. ഇനി എന്താണ് അനു ചെയ്യാൻ പോകുന്നത് നോക്കാം. അടുത്തത് അധ്യക്ഷ പ്രസംഗത്തിനായി റവറൻഡ് ഫാദർ തോമസ് കളരിപ്പറമ്പിൽ പ്രൊവിൻഷ്യൽ സൗത്ത് വെസ്റ്റ് MSMS പ്രൊവിൻസ് ബാംഗ്ലൂരിനെ വേദിയിലേക്ക് പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പോളച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വൈദികരെ, സന്യാസിനികളെ, പോളച്ചന്റെ ബന്ധുമിത്രാദികളെ, മറ്റെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ഞങ്ങളുടെ MSMS സന്യാസ സമൂഹത്തിന്റെ വൈദികനായ പോളച്ചന്റെ സുവർണ ജൂബിലി നിറവിൽ ഇന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിൽ പേര് നടക്കുന്ന വികാരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ജോസ് പറപ്പുള്ളിൽ അച്ഛൻ വചന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും ഞാൻ കൂടുതൽ പറഞ്ഞാൽ അതൊരു അധികപ്രസമാവുകയുള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നേ ദിവസം പോളച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരഭിഷേകത്തിന്റെ ദിവസമായിരുന്നു, ഒരു പുനർസമർപ്പണത്തിന്റെ ദിവസമായിരുന്നു, കൃതജ്ഞതയുടെ ദിവസമായിരുന്നു, ആഘോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും സ്നേഹബഹുമാനപ്പെട്ട പോളച്ച അച്ഛനോടൊപ്പം ചെയ്തിരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നതിനും ദൈവം പോളച്ചനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നാമത്തില് ഞങ്ങൾ MSMS എല്ലാ വ്യക്തികളുടെയും
അതവരുടെ ഈ നാമത്തിന് അച്ഛന് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചെയ്തു. നന്ദി. വളരെ ഷോക്കായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഓളസുമായിട്ട് സംസാരിക്കാൻ തീരുമാനം വളരെ കൃത്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പരിസരത്തൂടെ പോകുന്നവരെ പോലും ശ്രദ്ധിക്കാതെ അവർ കൃത്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായും വളരെ ഞങ്ങളൊക്കെ കൈനസെന്റായി ചേർന്നപ്പോൾ കോളേജ് അച്ഛനായിരുന്നു. നിങ്ങൾ ആദ്യം കാണുന്ന അച്ഛന്മാരില് പുതിയതായി നവവൈദികരായിട്ടുള്ള ആദ്യത്തെ ആളാണ് പോകുന്നത്. അപ്പോൾ ഇനി എന്താണ് അനുഗ്രഹിക്കുക? അടുത്തതായി ഉദ്ഘാടന സന്ദേശവുമായി ശ്രീ സാനിയ അരങ്ങാടി കുടുംബയോഗ പ്രസിഡന്റ്. ഇന്ന് ഈ ദിവസത്തിന്റെ കാലാണ് തിളങ്ങിയിരിക്കുകയാണ്. 50 വർഷം ദൈവം വിളിച്ച് കയ്യിൽ കൊടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. അതിന്റെ ഒരു സന്തോഷം മുഴുവനായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു അസുഖ നിമിഷം. മുമ്പ് ഈ ജൂലി ആകർഷിക്കുന്ന പ്രവാസങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. അതിനായി ഉദ്യോഗങ്ങളുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ജോസഫിനെ കാണുന്നുണ്ട്. ജോസഫിന്റെ പേരിൽ ഇന്ന് ആശംസിക്കുന്നു. ഒരു ചെറിയ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആഗ്രഹമാണ്. ഇവിടെ കുടുംബനാഥന്മാർ 40 അച്ഛന്മാരുണ്ട്, കുട്ടികളുണ്ട്. വിവിധ തൊഴിലുകളിൽ ഉത്തരവാദിത്തങ്ങൾ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉദ്യാന പാലകന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി വളരെ കാര്യക്ഷമമായി നിർവഹിക്കുന്ന ആളായിരുന്നു. ഒരു തമിഴില് നല്ലൊരു വീട്, ആ വീടിന്റെ അടുത്തത് നല്ലൊരു ഉദ്യാനവും അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഉദ്യാനപാലകനാണ് വലിയൊരു പബ്ലിക് ടെലിഫോൺ ബൂത്തിലേക്ക് ഈ മനുഷ്യൻ കേട്ടിട്ട് വേറെ ഒരു ടെലിഫോൺ വിളിക്കുകയാണ്. അവരെ ഫോണിൽ ഇതേപോലെ തന്നെ പരിചയപ്പെട്ടത്. ഞാൻ ഒരു സ്ത്രീയാണ് എഴുതുന്നത്. മാഡം, ഞാനൊരു ഉദ്യാനപാലകനാണ്. നിങ്ങളുടെ നല്ല ഒരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നല്ല ഉദ്യാനവും നിങ്ങൾ പരിപാലിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിങ്ങളുടെ ഉദ്യാനം കൂടുതൽ ഭംഗിയാക്കി ഞാൻ നന്നായി പോകാം എന്ന്. അപ്പൊ ആ സ്ത്രീ മറുപടി പറയുകയാണ്, വേണ്ട, എനിക്കൊരു നല്ല ഉദ്യാനപാലകനുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല വേണം, എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന പൈസ കൊടുക്കാനാണ്. നീ കുറച്ചുകൂടി പൈസ താത്തിക്കുന്നത് ഞാൻ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യും. ആരും പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ മനുഷ്യനെ വളരെ വൃത്തിയാണ്. അദ്ദേഹത്തെ എനിക്ക് വലിയ സ്നേഹമാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ട ഈ സംഭാഷണം, ഈ കഥ നടത്തുന്ന മനുഷ്യർ ഈ ഫോൺ അദ്ദേഹം വെച്ചു. അദ്ദേഹം ഈ കടക്കാരൻ പറയുകയാണ്, ഞാൻ ചോദിച്ചതല്ല. അപ്പോൾ ആ മനുഷ്യൻ പറയാം, വേണ്ട, എനിക്ക് ജോലി വേണ്ട, ഞാൻ ആ വീട്ടില് വിദ്യാഭ്യാസം. ഞാനിത് ചോദിച്ചത് എന്താണെന്ന് അറിയാൻ, ആ വീട്ടുകാർക്ക് എന്നോട് മനോഭാവം, എന്റെ ജോലി ഞാൻ എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആ ജോലിയിൽ അവർ സംതൃപ്തരാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതനുസരിച്ച് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ അവരുടെ ജോലികളുടെ ഈ സംഭാഷണത്തിൽ ആ മേഡം പറഞ്ഞ വാക്കുകളെല്ലാം എന്നെ പ്രസവിക്കുന്നതായിരുന്നു. ഞാൻ തൃപ്തനാണ്. ഇതാണ് ഒരു ചെറിയ ഭാഗം. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ജോലി ഉത്തരവാദിത്തങ്ങളുടെ നാം എപ്രകാരമാണ് നിർവഹിക്കുന്നത് എന്ന് ഒന്ന്
മനസ്സിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. അത് ദൈവകൃപയാലാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസവും നിങ്ങളുടെ ദിവസത്തിന്റെ എല്ലാവരുടെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ആയിരിക്കണം. സഹോദരനും സഹോദരിയും. അടുത്തത് ജൂബിലി വർഷം ഇന്ന് തുടരുന്ന ഫാദർ മാത്യു ഫാദിലായെ ആദരിക്കാനായി ഫാദർ പോളിനെ ക്ഷണിക്കുന്നു. ഇത് ഫാദർ പോളച്ചന്റെ പ്രത്യേക താല്പര്യമാണ്. കവിത്താഴച്ചനെ ഇന്ന് ജൂബിലി വർഷം തുടങ്ങുന്ന കവിത്താഴച്ചനെ ആദരിക്കണമെന്നുള്ളത് കൂട്ടുകാരന്റെ പ്രത്യേക താല്പര്യം. ഒക്കെ പോളച്ചനെ കൊടുക്കും. അടുത്തതായി ഇന്നത്തെ താരമായ കോളേജിനെ നമുക്ക് ആദരിക്കട്ടെ. അതിനായി റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് കളരിപ്പറമ്പിലിനെ ക്ഷണിക്കുന്നു.
Sari 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 bari sari 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 ni ma sari 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 ഒരു സന്തോഷ വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ്. ഫുഡ് കൗണ്ടർ ഈസ് ഓപ്പൺ. ഭക്ഷണത്തിന്റെ കൗണ്ടർ തുറക്കുകയാണ്. പെട്ടെന്ന് പോകുന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുക, ശ്രദ്ധിക്കുക. എല്ലാം തുടർന്നുകൊണ്ടിരിക്കും, പക്ഷേ ഭക്ഷണം കഴിക്കുക. പ്ലീസ് എൻജോയ് യുവർ മീൽ. അനു, ഇനി നമുക്ക് സന്ദേശത്തിന് ആശംസകളല്ലേ? ആശംസ ആരെയാണ് അന്വേഷിക്കുന്നത്? ആദ്യമായി ശ്രീ ജോണി നെല്ലുവിനെ ക്ഷണിക്കുന്നു ആശംസകൾ നൽകാൻ. അതായത് ശിശുവിന് വേണ്ടി അല്ലാതെ കണ്ടപ്പോഴാണ് ഫുഡ് കൗണ്ടർ ലോകമായിരിക്കുന്നതിനുള്ള ആ ബ്രേക്കിംഗ് ന്യൂസ് അതോടെ അതിനെ നെറ്റിക്കൊണ്ടുപോകാനായിരിക്കും. സത്യത്തിൽ ഞാൻ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് ബോണസിന്റെ 50 വർഷത്തെ പൗരത്യ ജൂബിലി അത് ആഘോഷിക്കുന്നതിനും അദ്ദേഹത്തെ അനുഭവിക്കുന്നതിനും ആശംസ നേരിടുന്നതിനും അതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയുവാനും വേണ്ടിയാണ്. കോളേജിന്റെ 947 ജയിച്ചിട്ടുണ്ട്. ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ദേവാലയത്തിൽ വെച്ച് കേട്ടു. ഇവിടെയും അത് ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. വൈദികനായി 50 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിൽ സേവനം ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും അച്ഛന് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ പ്രദേശത്തെ ജനങ്ങളെ ഉൾപ്പെടെ അച്ഛനെ വലിയ കാര്യമായി തീരുമാനത്തോടുകൂടി അച്ഛനെ പറഞ്ഞു കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അടിപൊളി ജോലി ചെയ്തപ്പോൾ സേവനം ചെയ്ത സമീപത്തിലാണ് അവിടുത്തെ MLA ആയിരുന്ന ശ്രീ ദിഗംബർ രാധാകൃഷ്ണൻ നിയമസഭയിൽ വെച്ച് എന്നോട് പറഞ്ഞത് രോഗിയുടെ സഹോദരൻ ഒരു സ്നേഹത്തിന്റെ മുക്തിഭാവവും എല്ലാവരെയും സ്നേഹിക്കുന്ന വലിയൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മാതൃക പുരോഹിതനാണ്. ഇതുപോലുള്ള പുരോഹിതന്മാർക്കാണ് നമുക്ക് ആവശ്യം എന്ന തിരുവനന്തപുരം പറഞ്ഞത് എനിക്ക് ഓർക്കുക. കട്ടപ്പനയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ കൂടിയായിരുന്ന ഉടമത്തോടെ കണ്ട് അതുപോലെ അദ്ദേഹം സേവനം ചെയ്ത എല്ലാ നാട്ടിലും ഇപ്പൊ ചേർത്തലയിൽ അദ്ദേഹം സേവനം ചെയ്ത സന്ദർഭത്തിൽ അവിടുത്തെ ഇടവക്കാരോടുകൂടിയിരിക്കുന്ന നമ്മുടെ മനുഷ്യർക്ക് അവർക്കൊക്കെ അനുഭവങ്ങൾ ധാരാളം പറയുന്നുണ്ടായി. തീർച്ചയായും കോളേജിന്റെ സേവന കാലഘട്ടം മുഴുവൻ പരിശോധിച്ചാൽ നല്ലതല്ലാതെ മോശം പറയാൻ ആർക്കും കഴിയും. അത്രമാത്രം ആളുകളെ സ്നേഹിക്കുന്ന ലളിതമായി വളരെ വിനയാതമായി ആളുകളോട് ഇടപെടുന്ന ഒരു മാതൃക നൽകിയത് ഞാൻ ആശംസിക്കുന്നു. സർവശക്തന്റെ ദൈവം 25 വർഷത്തിന് ജോലിയും 10
പറ്റുമെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ഒക്കെ ആഘോഷിക്കുവാൻ അവസരം കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവപരിപാലനം വളരെയേറെ കിട്ടിയ ഒരു കുടുംബമാണ്. എൻ്റെ സഹോദരന്മാർ കൊണ്ടുവരിക്കുന്ന ചേച്ചിയും മനസ്സിൽ അവരെ തീർച്ചയായിട്ടും അവരും ഈ സംസ്കൃതങ്ങളിൽ ചെയ്യുന്ന സേവനത്തെ ഞാൻ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നത് എൻ്റെ രക്ഷ സഹോദരനായ പ്രവർത്തനം ഒരു വൈദ്യുതി എന്നുള്ള നിലയിൽ അദ്ദേഹം ഓരോ പ്രദേശത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ പറയുമ്പോഴാണ് അതിനെ കഴിഞ്ഞ് ഞാൻ പലപ്പോഴും അഭിമാനമുണ്ടാകുന്നു. ആ രക്ഷ സഹോദരന് ദീർഘായുസ് സ്വരശക്തരായി പ്രദാനം ചെയ്യട്ടെ ഞാൻ മാത്രമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം നേടുന്നു. ഇനിയും സേവന രംഗത്ത് വളരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ കുറച്ച് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൂബിലിയുടെ മണ്ണാങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിവസം കോളേജിനെ സംബന്ധിച്ച്, കോതമംഗലം രൂപതയെ സംബന്ധിച്ച്, സെക്രട്ടറി ഹാർട്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞാൻ എന്നോട് നിൽക്കാൻ കാരണമായത് കോളേജിന്റെ 2 സഹോദരിമാര് ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ സഭാ സമൂഹത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കോളേജിന് ആ സഹോദരിമാരുടെയും പ്രൊവിൻസിലെ ഓരോ സഹോദരിമാരുടെയും പേരിലുള്ള ആശംസകൾ, ആയുരാരോഗ്യങ്ങൾ നടന്നുകൊള്ളുന്നു. ഇന്നേ ദിവസം ഞങ്ങളുടെ സഭാ സ്ഥാപകപിതാവ് എപ്പോഴും പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരുന്ന ഒരു തിരുവചനമാണ് കോളേജിനെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വന്നത്. കർത്താവ് എന്തെങ്കിലും ചെറിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ ക്ലാസ്സിൽ ഉയർത്തി ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. തന്നെ കഥകളിന് സർവ്വ പ്രചോദനവുമായിരുന്നു തൊഴിലുമായിരുന്നല്ലോ. ഇത് തന്നെയാണ് കോളേജിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നതെന്ന് വിശുദ്ധ കുർബാനയിലും ഈ സമയങ്ങളിലും ഞങ്ങൾക്ക് കിട്ടിയ ചരിത്ര സംഭവങ്ങളിലൂടെയും ഈ മുമ്പിലായിരിക്കുന്ന ജനസമൂഹത്തിന്റെയും അടയാളത്തിൽ എനിക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും ചുരുക്കത്തില് കോളേജിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാൽ കവി വാക്യം അനുസ്മരിക്കുകയാണ്. അന്യജീവൻ ഉദകീശോ ജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. വിവേകികളായ മനുഷ്യൻ ഒരിക്കലും അവനവന് വേണ്ടി ജീവിക്കാറില്ല. അവരിന് വേണ്ടി തന്റെ ജീവിതവും ശരീരവും മനസ്സും ആത്മാവും എല്ലാം അവരുടെ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് കോളേജ് എന്ന് ഞങ്ങൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നേ ദിവസം ഈ ജനങ്ങളിലൂടെ, ഈ ആഘോഷങ്ങളിലൂടെ അത് ഒന്നുകൂടി തെളിമയാവുകയും ചെയ്തു. തിരുവിത സന്യാസിനി സമൂഹത്തിന് കോളേജിന് നൽകിയ സംഭാവനകൾ ഏറെയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതെല്ലാം വിളിച്ചു പറയാൻ പറ്റിയില്ലെങ്കിലും അച്ഛനും അറിയാം, ഞങ്ങൾക്കും അറിയാം ആ ഹൃദയബന്ധവും ആ സ്നേഹവും ഒക്കെ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരാവശ്യങ്ങളിൽ ഒരിക്കലും ലോകപീഠങ്ങളിൽ പോലും അച്ഛൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സ്പർശിക്കുന്നത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ശാന്തശീലനായ മനുഷ്യൻ, സൗമ്യനായ മനുഷ്യൻ, ഏവർക്കും ഏത് സമയത്തും സംരക്ഷനാകുന്ന മനുഷ്യൻ. ഈ സമയത്ത് ജൂബിലി ആഘോഷം എന്താണെന്ന് ഓർക്കുമ്പോൾ ഒരു കഥയാണ് ഞാൻ ഓർക്കുകയാണ്. അതായത് നല്ലൊരു ഉദ്യാനം, ആ ഉദ്യാനത്തിലെ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പരാതിയായി കാലം നീട്ടി ഒരു മുത്തശ്ശി ഇരിപ്പുണ്ട്. ആ മുത്തശ്ശി മകളോട് ചോദിക്കുന്ന ഒരു കവിതയാണ് പി കുഞ്ഞിരാമൻ നായരുടെ മൺകുടം എന്ന കവിത. ഈ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മോളെ, ഈ ഉദ്യാനം നീ നനച്ച് ഫലസമൃദ്ധി ആർജിച്ചിട്ടുണ്ട്. പക്ഷേ നീ വായ്പയായി വാങ്ങിയ ഈ മൺകുടത്തിന്റെ വില നീ വീട്ടിയോ, കടം വീട്ടിയോ എന്നൊരു ചോദ്യം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ പറയുന്നത്, ഇല്ല മുത്തശ്ശി, ഒന്നും തന്നെ ഞാൻ ഓർത്തതേ ഇല്ലായിരുന്നു. കോളേജിന്റെ ജീവിതത്തില് മുൻപില് സമ്പന്നമായിട്ടുള്ള ഒരു ഉദ്യാനമായിരുന്നു ഈ ജീവിതയാത്രകളിൽ എല്ലാം കണ്ടുമുട്ടിയത്. ഈ അനുഗ്രഹങ്ങളെല്ലാം കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുകയാണ്, മകനെ, ഈ മൺകുടം നിനക്ക് നൽകിയ ജന്മമാകുന്ന ഈ മൺകുടം തന്ന നല്ല ദൈവത്തിന് കടം വീട്ടാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ഈ ജൂബിലി സമ്മേളനം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ ഈ ആഘോഷങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കി അച്ഛൻ ഒന്നേ പറയാനുള്ളൂ: ഞാൻ വീട്ടിൽ കഴിഞ്ഞു എന്ന് പറയാൻ മാത്രം സംരക്ഷനായിട്ടാണ് അച്ഛൻ
അച്ഛൻ്റെ ജീവിതത്തിന്റെ കടങ്ങളെല്ലാം ഉടയവന് മുമ്പിൽ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട അച്ഛ, ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളുടെ സന്യാസിനി സമൂഹത്തിലെ പ്രത്യേകിച്ച് ജ്യോതി പ്രൊഫസറെ നിങ്ങളുടെ ഫോണിച്ചൊല്ലിയെയും മറ്റെല്ലാ സഹോദരിമാരുടെയും ഏറ്റവും പ്രത്യേകമായ സിസ്റ്റർ റോസിലിയുടെയും ഇന്നിവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റർ റോസ്മാലിന്റെയും ജസ്മിയുടെയും പേരിലുള്ള എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് വരും നാളുകൾ ദൈവാനുഗ്രഹമാവട്ടെ. ദൈവത്തിന്റെ കാലഘോഷം ദൈവാനുഗ്രഹത്തിന്റെ 1000 അവസരങ്ങൾ ഇനി ജീവിക്കാൻ അച്ഛന് വേറെ നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സുമായിട്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, വൈദികരെ, സന്യസ്തരെ, സ്നേഹനിറഞ്ഞ അതിനാടി കുടുംബാംഗങ്ങളെ, ജനങ്ങളെ, ഒത്തിരിയേറെ സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന്. പൗരത്വത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട പോളിച്ചന് പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ആശംസകൾ നേരുവാനും ആയിട്ടാണ് നമ്മളുടെ അറിയിക്കുക. അതിന് തന്നെ പരമകാലങ്ങളായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതിന്റെ ആദർശിതമായിട്ട് നമ്മൾ കടത്തിതാവിനെ അർപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഈ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുകയാണ്. ഞാൻ വരുന്നത് ചേർത്തലമുട്ടം ഭഗവാനപ്പള്ളി ഇടവകയിലെ ഒരു കൊച്ചുപള്ളിയായ മാടയ്ക്കൽ നിന്നാണ്. ഞങ്ങൾ 30 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ പ്രത്യേകമായിട്ട് അച്ഛനെ ക്ഷണിക്കുകയും ഞങ്ങളുടെ ഇടവകയിൽ വന്ന അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുകയും ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയും ചെയ്തതാണ്. എങ്കിലും അച്ഛനോടുള്ള കടപ്പാടിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുക. 2016-2020 കാലഘട്ടങ്ങളിലാണ് അച്ഛൻ അവിടെ മാടകൽ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുക. ഒത്തിരിയേറെ ആഗ്രഹപ്രദമായിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നത്. കാരണം മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും എളിമയോടും കൂടി പെരുമാറിയിരുന്ന ഒരു പ്രതിഭയാണ് അച്ഛൻ. ആധ്യാത്മിക കാര്യങ്ങൾക്കാണെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒത്തിരിയേറെ ഉണ്ടായിട്ടും കുർബാനയ്ക്ക് ഒരു ദിവസം പോലും അച്ഛൻ മുടക്കം വരുത്തിയിട്ടില്ല.
പക്ഷേ അത് പറയാമെങ്കിൽ എല്ലാവരും വളരെ കണ്ടില്ല എങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെ പ്രതികാരത്തിൽ നമ്മുടെ കടച്ചൻ പിന്നെ ജോസഫൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപാട് ക്രിസ്ത്യൻസിന് നന്ദി പറയുന്നു. എല്ലാ ഗവൺമെന്റും വന്നിട്ടുള്ള എല്ലാവർക്കും ആരെയും പേരുകളുടെ സമയമില്ല, എല്ലാവർക്കും നന്ദി പറയുന്നു. കൽമൽ അതുപോലെ ഉപ്പുതോപ്പാകുന്ന എല്ലാവരും അവരെല്ലാവർക്കും പ്രകാശിക്കുന്ന ജോലികളുള്ളതിൽ ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ പരിപാടി നടത്താനായിട്ട് ഫ്രാൻസിസ് അച്ഛൻ ഞാൻ ഒത്തിരി സ്നേഹം നന്ദി അറിയിക്കുകയാണ്. അച്ഛനും പ്രവർത്തനത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലാക്കാനും നല്ലൊരു വീഡിയോകളെ പ്രദർശിപ്പിക്കാൻ സാധിക്കും. അച്ഛൻ സഹായിക്കുക അതിനോട് എല്ലാ കാര്യം ഭംഗിയായി പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു. അതിനോട് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഫോട്ടോയെടുക്കുന്ന ജോബിൻ അനുഷ്ഠിച്ചാലും അഭിലാഷ് റിജോ മുത്ത് ഫോട്ടോഗ്രാഫി എല്ലാം ശരിയായി സാധിച്ചു. അവർക്ക് നന്ദി. ഭക്ഷണം കൊണ്ടുവന്ന ജോസ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ നന്ദി. പിന്നെ ഇവിടെ എഴുതി വെച്ച ആശുപത്രികളായ സഹോദരങ്ങൾക്ക് ഒത്തിരി നന്ദി. പിന്നെ കാര്യസംഘത്തിന് അവിടെ സന്യസ്തരായി വൈദികരായൻ സഭയിൽ വിനീത ശുശ്രൂഷ ചെയ്യാൻ സന്തോഷമോടെ പൊൻകുഞ്ഞുങ്ങളെ സമർപ്പിച്ച മാതാപിതാക്കളെ സന്യസ്തരായി വൈദികരായി സഭയിൽ വിനീത ശുശ്രൂഷ ചെയ്യാൻ സന്തോഷമോടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച മാതാപിതാക്കളെ അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. പ്രാണൻ പകുത്തേകും പോലെ നിങ്ങൾ പ്രിയമക്കളെ നൽകി എൻ കൈകളിൽ പ്രഭാതം തുടങ്ങി പ്രഭാതം വരെ പ്രാർത്ഥിച്ചു മിഴിനീരോടിയവർക്കായി വീട്ടിലില്ലാത്തതിൻ ശൂന്യത തൻ വേദന പുഞ്ചിരിയാൽ മറച്ചു. വിശുദ്ധ വസ്ത്രം അവരണിയുന്ന നാൾ വിരലിലെണ്ണി നിങ്ങൾ കാത്തിരുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ
എല്ലായിടത്തുമൻ സുവിശേഷത്തിൻ എരിദീപമായവർ ശോഭിക്കുമ്പോൾ പ്രിയ സൂനുവാമീശുവിനായി ഏറെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ മക്കളവരെ വളർത്തിയോരാ മാതാപിതാക്കളെ വന്യർ നിങ്ങൾ മണ്ണുമീ വിണ്ണും നിങ്ങൾക്കായെന്നും മംഗളഗാനങ്ങൾ പാടിടുന്നു. സന്യസ്തരായി വൈദികരായൻ സഭയിൽ വിനീത ശുശ്രൂഷ ചെയ്യാൻ സന്തോഷമോടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച മാതാപിതാക്കളെ അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. അനുഗ്രഹീതർ നിങ്ങൾ ഈ ഭൂമിയിൽ അനുപമം നിങ്ങൾ തൻ ത്യാഗാർപ്പണം അസൂയയോടെ ഞങ്ങൾ മാലാഖമാർ അമൂല്യരാം നിങ്ങളെ നോക്കിടുന്നു. ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. തൻ്റെ ജനത്തിൻ്റെ കൂടെ നടന്നിടുവാൻ തന്നോടകലാതവരെ എന്നും നയിച്ചിടുവാൻ തന്റെ ജനത്തിൻ്റെ കൂടെ നടന്നിടുവാൻ തന്നോടകലാതവരെ എന്നും നയിച്ചിടുവാൻ ഈ അഭിഷിക്തനെ നിത്യപുരോഹിതൻ ഈശോനാഥൻ തന്ന ദിനം. ഈ അഭിഷിക്തനെ ഈശോനാഥൻ ദൈവജനത്തിന് തന്ന ദിനം. ഒരു മനമോടെ ഈ നൽസുദിനത്തിൽ ജൂബിലി ഗാനം ഇനിയും മേറെ ദൂരം താണ്ടാ മിശിഹാനാഥൻ കൃപയരുളട്ടെ.
എന്നും സ്നേഹം പങ്കിടുവാൻ വിശ്വാസത്തിൻ ദീപം എങ്ങും പകർന്നിടുവാൻ ബലിവേദിയിലെന്നും സ്നേഹം പങ്കിടുവാൻ വിശ്വാസത്തിൻ ദീപം എന്നും പകർന്നിടുവാൻ ഈ അഭിഷിക്തനെ നിത്യപുരോഹിതൻ ഈശോനാഥൻ തന്ന ദിനം ഈ അഭിഷിക്തനെ ഈശോനാഥൻ ദൈവജനത്തിന് തന്ന ദിനം പാടാമൊന്നാ ഒരു മനമോടെ ഈ നൽസുദിനത്തിൽ ജൂബിലി ഗാനം ഇനിയും മേറെ ദൂരം താണ്ടാ മിശിഹാനാഥൻ കൃപയരുളട്ടെ ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി ഈശോയുടെ മുഖമായി മാറാൻ ഈശോയുടെ ബലി പോലാകാൻ ഒരുപാട് നിലവിളികൾക്കായെന്നും ഈശോ ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി ഒരുക്കും ഉത്തരമല്ലോ ദൈവവിളി. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീഖായേൽ പരമോന്നതനും കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീഖായേൽ പരമോന്നതനും അവരുടെ സാർത്ഥക നാമം തന്നെ അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമീതല്ലോ എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്ത എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്ത ദൈവികദൂതൻ മാരവരണിയും ദൈവികദൂതൻ മാരവരണിയും പദവികൾ നിതരാം
സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീഖായേൽ പരമോന്നതനും. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീഖായേൽ പരമോന്നതനും. അവരുടെ സാർത്ഥക നാമം തന്നെ അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമീതല്ലോ. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ. എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ. ദൈവിക ദൂതൻ മാരവരണിയും ദൈവിക ദൂതൻ മാരവരണിയും പദവികൾ നിതരാം നിസ്സാരങ്ങൾ. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. തന്നിറവിൽ ശോഭിതമേ സുദിനം ചൊരിയുഗദാസരിൽ നിരതം നിൻ തിരുകൃപനാഥ. പ്രാർത്ഥന ഹാരവുമായി മാനവര
സുഖദം